به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. വിശ്വാസികളെ സർവ ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. കരുണാവാദിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബ ജീവിതത്തിൽ നിന്ന് വിമുഖത കാണിക്കുന്ന, കുടുംബ സംവിധാനത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ മനോഹരമായ ഒരു കുടുംബ സംവിധാനത്തെ കുറിച്ച്, മക്കളെ കുറിച്ചുള്ള സുന്ദരമായ സ്വപ്നങ്ങളെ കുറിച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് കൃത്യമായ പാഠങ്ങൾ നൽകുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ അയവിറക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന പാഠങ്ങളെ കുറിച്ച് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ, ചില സന്ദേശങ്ങൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പുതിയ കാലത്ത് നമുക്ക് ഏറെ ഉപകാരപ്പെടും. പലപ്പോഴും എന്തുകൊണ്ട് നമ്മുടെ മക്കൾ പോലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിമുഖത കാണിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒന്നാണ്. ഒരു ബാധ്യതയും ഏറ്റെടുക്കാൻ തയ്യാറില്ലാതെ, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് സ്വന്തം ജീവിതത്തിന്റെ സൗകര്യവും സുഖവും മാത്രം ചിന്തിക്കുകയും അതിനു വേണ്ടി മാത്രം സമയവും എഫേർട്ടും മാറ്റിവെക്കുകയും ചെയ്യുന്ന പുതിയ തലമുറക്ക് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മനോഹരമായ ചില പാഠങ്ങൾ. ആരാണ് യത്തീം എന്നുള്ളതിനെ കുറിച്ച് അറബി കവി നൽകുന്ന ഒരു ഉത്തരമുണ്ട് അദ്ദേഹത്തിന്റെ ഈരടികളിലൂടെ. ലൈസൽ യതീമു മൻ ഇൻതഹ അബവാദു മിനൽ ഹമ്മിൽ ഹയാത്തി വഖല്ലഫഹു ദലീല.
ഇന്നൽ യതീമ ഹുവല്ലദീ തൽഖാലഹു ഉമ്മൻ തഖല്ലത് അം അബൻ മശ്ഊല. വഴികാട്ടാൻ ആളില്ലാതെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങൾ ഏറ്റെടുക്കുവാൻ ആരുമില്ലാതെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയല്ല യതീം എന്ന് പറയുന്നത്. അഥവാ സ്വന്തം ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ ഏറ്റെടുക്കുവാൻ, സങ്കടങ്ങൾ ഷെയർ ചെയ്യപ്പെടുവാൻ ആരുമില്ലാതായവരല്ല, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരല്ല യതീം. മറിച്ച് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുകയും അവരുടെ രണ്ടുപേരുടെയും തിരക്കുകൾ കാരണം ഒരു കുട്ടിക്ക് അവർ ജീവിച്ചിരിക്കെ തന്നെ അവരുടെ ഉമ്മയെയും ഉപ്പയെയും നഷ്ടപ്പെടുന്ന സാഹചര്യം ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നുവെങ്കിൽ ആ കുട്ടിയാണ് യഥാർത്ഥത്തിൽ അനാഥൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ അനുഭവിക്കുന്നത്. ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടാൽ അവരെ ഏറ്റെടുക്കുവാൻ ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടവരല്ല യതീം. മറിച്ച് ഉപ്പയും ഉമ്മയും ഉണ്ടായിരിക്കെ ഈ കുട്ടിയെ ശ്രദ്ധിക്കുവാനും ഈ കുട്ടിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും തയ്യാറില്ലാത്ത അത്ര തിരക്കിലായി പോയ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ ഉള്ളവനാണ്, മാതാപിതാക്കൾ ഇല്ലാത്തവരല്ല പുതിയ കാലത്ത് യതീം എന്നാണ് കവി പറയുന്നത്. മക്കളെ കുറിച്ച് ഒരു വിശ്വാസിക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം, സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണ് മാതാപിതാക്കൾ ആ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ വരിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. 4 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ്, 4000 വർഷങ്ങൾക്ക് മുൻപ് ഒരു പിതാവ് എന്നുള്ള നിലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് വരച്ചു കാണിച്ചു തന്ന ഒരു ഉപ്പയുടെ, ഒരു പിതാവിന്റെ ജീവിത സാഹചര്യം വിശുദ്ധ ഖുർആൻ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. ഒന്നാമത്തേത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. വിവാഹം ചെയ്ത് മക്കളില്ലാത്ത കാലഘട്ടത്തിൽ മക്കൾ ഉണ്ടാവണം എന്ന ആഗ്രഹത്തിനപ്പുറം, ഇന്നിപ്പോ കുറച്ചു കാലൊക്കെ കല്യാണം കഴിച്ച് മക്കളില്ലാതെ ജീവിക്കേണ്ടി വന്നാൽ എല്ലാരും ചോദിക്കുക, കുഞ്ഞുങ്ങളൊന്നും ആയില്ല, ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റിയില്ലേ, അവിടെ പോയി നോക്കിയില്ലേ, ഈ ചികിത്സ നടത്തിയില്ലേ, മറ്റോടത്ത് പോയി നോക്കിയില്ലേ എന്ന നിലക്ക് പല വഴികൾ, ഡോക്ടേഴ്സിന്റെ അടുക്കലുള്ള വഴികൾ തന്നെ അത് വ്യത്യസ്തമായ ട്രീറ്റ്മെന്റിന്റെ വഴികൾ പലരും ഈ ദമ്പതികൾക്ക് പറഞ്ഞു കൊടുക്കും. എന്താ അവർ ചോദിക്കുക, എന്താ അവരുടെ ആഗ്രഹം? ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ, കുഞ്ഞുണ്ടാവണ്ടേ, മക്കൾ ഉണ്ടാവണ്ടേ എന്നുള്ളത് പൊതുവെ മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ ഉണ്ടാവണം എന്നുള്ളതിനപ്പുറം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എങ്ങനെയുള്ള മക്കൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപക്ഷെ നമ്മൾ പരിചയമുള്ളവരിൽ തന്നെ പലരും മക്കൾ ഉണ്ടായിട്ട് അതിന്റെ പേരിൽ സങ്കടം അനുഭവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ മാതാപിതാക്കളെ അറുകൊല ചെയ്ത മക്കളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയും പത്രത്തിലൂടെയും വായിക്കുകയുണ്ടായി. മക്കൾ ഉണ്ടാവുക എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഉണ്ടാവുന്ന മക്കൾ നല്ലവരായി മാറുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. മക്കൾ ഉണ്ടാവണമെന്നല്ല അതിന്റെ അർത്ഥം, പടച്ചോനെ എനിക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ. ആ ക്ലോസോട് കൂടിയാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നതിന്. ഏതെങ്കിലും നിലക്കുള്ള മക്കൾ ഉണ്ടാവണം എന്നല്ല, മറിച്ച് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ. ആ ഒരൊറ്റ വാക്കിൽ ഇബ്രാഹിം നബി എല്ലാ അർത്ഥവും ഉൾക്കൊള്ളിച്ചു. ഇന്ന് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അവിടെ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മക്കളെ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ടത് മക്കൾ ഉണ്ടാവണം എന്നുള്ളതിനപ്പുറം അള്ളാഹുവേ നല്ല മക്കളെ നൽകണമേ. അതോടൊപ്പം തന്നെ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾ പ്രാർത്ഥിക്കേണ്ടത്, നാഥ നീ എനിക്ക് നൽകിയ മക്കളെ, സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കി മാറ്റണേ. കുറെ കുട്ടികളുണ്ടായിട്ട് കാര്യമില്ല. ആ മക്കളെ യഥാരീതിയിൽ വളർത്തുവാനും അവർക്ക് വേണ്ടത് നൽകുവാനും
അവരെ ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇതാണ് ഏറെ പ്രധാനം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം രണ്ടാമതായി ചെയ്തത് അവർക്ക് ധാർമ്മികമായി ജീവിക്കുവാനുള്ള ഒരു അവസരം, ഒരു ഇടമൊരുക്കുക എന്നുള്ളതാണ്. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ കൊണ്ടുപോയി പാർപ്പിച്ച സ്ഥലം, അവിടെ ഒരു പള്ളിയുടെ പരിസരം, എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് പ്രാർത്ഥിക്കാൻ, അവർക്ക് നമസ്കരിക്കാൻ, ആരാധനാ കർമ്മങ്ങൾ നിലനിർത്താൻ. എന്നിട്ട് ഇബ്രാഹിം നബിയോട് പറയുന്നു, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. മക്കളുണ്ടായതിനു ശേഷം, മകനുണ്ടായതിനു ശേഷം ഇസ്മായിൽ നബിയെയും ഭാര്യയെയും ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിക്കാണ്, നാഥാ, ഞാൻ എന്റെ ഈ കുടുംബത്തെ ഇതാ നിന്റെ ഭവനത്തിന്റെ അടുക്കൽ, ബിവാദിൻ ഗൈറ ദി സറഇൻ, കൃഷിയില്ലാത്ത, കൃഷിഭൂമിയല്ലാത്ത മരുഭൂമിയായി കിടക്കുന്ന ഈ തരിശിൽ ഞാനിതാ ഇവരെ കൊണ്ടുപോയി പാർപ്പിക്കുന്നു. എന്റെ ബൈതിക്കൽ മുഹറം, പരിപാവനമായ നിന്റെ കഅബാലയത്തിന്റെ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത്. എന്തിനു വേണ്ടി? ഒന്നാമത് ഇബ്രാഹിം നബി പറയുന്ന കാര്യം, റബ്ബന ലിയുഖീമസ്സലാത്ത്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. നമസ്കാരം നിർവഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്ക് വേണം. അതിനു വേണ്ടി ഇതാ നിന്റെ മസ്ജിദിന്റെ അരികെ തന്നെ ഞാൻ അവരെ കൊണ്ടുപോയി പാർപ്പിക്കുന്നു. ലിയുഖീമുസ്സലാത്ത്, അവർക്ക് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി. അത് ഒന്നാമത്തെ കാര്യം. ഇനി നമസ്കാരം ആരാധനയും മാത്രം മതിയോ? അവർക്ക് ജീവിക്കണ്ടേ? അതിനൊരു സമാധാനം വേണ്ടേ? അതിന്റെ ഭക്ഷണം വേണ്ടേ? അതിനുള്ള സൗകര്യങ്ങൾ വേണ്ടേ? അത് ശേഷം ഇബ്രാഹിം നബി ഉൾപ്പെടുത്തുന്നു, ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം, ആളുകളുടെ മനസ്സ് അവരിലേക്ക് ചായണം. ഇവിടെ അവർക്ക് ഇവിടെ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഭവനമുണ്ട്. പക്ഷെ പ്രാർത്ഥന മാത്രം പോരല്ലോ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. പഠിച്ചവനെ, ദുനിയാവും ആഖിറത്തും എനിക്ക് കൊണ്ട്. ചില മനുഷ്യന്മാര് ദുനിയാവിൽ അങ്ങട്ട് പൂണ്ട് പിടിച്ചിട്ട് ദുനിയാവുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പരലോകം മറന്നു പോകും. എന്നാൽ തിരിച്ചും ചില മനുഷ്യന്മാരുണ്ട്, കുടുംബവും കൂട്ടും നാടും വീടും ഭാര്യയും മക്കളും ഒക്കെ വിട്ടിട്ട് ആഖിറെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങോട്ട് പോകും. നാട് വിട്ടിട്ട് അങ്ങനെ പോകുന്ന മനുഷ്യന്മാരുണ്ട്. സ്വന്തം കുടുംബത്തെ മക്കളെ നോക്കാതെ പരലോകത്തിന് വേണ്ടി മാത്രം പള്ളിയില് ഇരുന്ന ആളുകളെ ഉമർ ഖത്താബ് ഓടിച്ചു വിടുകയാണ്. അങ്ങനെ പറ്റൂല, നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം രണ്ടിനെയും ചേർത്തിട്ട്, അപ്പൊ ആദ്യം നമസ്കാരത്തിന് സൗകര്യമുള്ള ഒരു ഇടം എന്ന നിലക്ക് കാബയുടെ അടുക്കൽ കൊണ്ടുപോയി അവരെ പ്രാർത്ഥിച്ചു, അവരെ പാർപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, ആളുകളുടെ മനസ്സ് അങ്ങോട്ട് വരണം. എന്നിട്ട് അവർക്ക് അവിടെ എന്ത് കിട്ടണം? വർസഖുഹുമിന സമറാത്തി, എല്ലാ പഴവർഗ്ഗങ്ങളും അവിടെ അവർക്ക് കിട്ടണം. എവിടെ? ഈ മരുഭൂമിയില്, ഈ മഴയില്ലാത്ത നാട്ടില്, ഈ പച്ചപ്പില്ലാത്ത നാട്, ഈ പച്ചപ്പില്ലാത്ത നാടിനെ, ഈ മരുഭൂമിയെ നീ ഫലവർഗങ്ങൾ ലഭിക്കുന്ന നാടാക്കി മാറ്റണേ. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ പെട്രോൾ ഇല്ല. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കൊയ്ച്ചാലൊന്നും കിട്ടോ എന്നുള്ളതില്ല. ലോകത്തൊരു മനുഷ്യനും അറിയില്ല. പക്ഷെ പിന്നീട് സാഹചര്യങ്ങൾ മാറുന്നു. അവിടെ മറ്റൊരു രീതിയിൽ അള്ളാഹു ഖൈറും ബർക്കത്തും ആ ഭൂമിക്കുള്ളിൽ ഒരുക്കി വെച്ചത് കൊണ്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോ അത് ഖനനം ചെയ്യപ്പെടുകയും അത് കണ്ടെത്തുകയും അതിനു വേണ്ടി അതിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട്, അതിൽ നിന്നുള്ള പണം കൊണ്ട് ലോകത്ത് ഏത് മണ്ണിൽ വിളയുന്ന ഏത് പഴവും ഏത് പഴവർഗവും വാങ്ങുവാനുള്ള നിധി ആ മണ്ണിനുള്ളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. ഇതാണ് അള്ളാഹു നൽകുന്ന ഉത്തരം. ഏത് നിലക്കാണ് ഖൈറും ബർക്കത്തും നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ആരെങ്കിലും അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചക്രം ഉരുളുന്ന ഒരു കാലം വരും, വാഹനങ്ങൾ ഭൂമിയിലൂടെ കുതിച്ചു പായുന്ന ഒരു നാള് വരും, അന്ന് ആളുകൾക്ക് ഫ്യുവൽ വേണ്ടി വരും, പെട്രോൾ വേണ്ടി വരും, ഡീസൽ വേണ്ടി വരും, അത് ഈ മണ്ണിനുള്ളിലുണ്ട് എന്ന് അന്ന് ആരാ ചിന്തിച്ചത്? പക്ഷെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അള്ളാഹു എല്ലാ ബർക്കത്തും ഖൈറും അവിടെ കൊടുക്കാണ്. വർസഖുഹും മിന സമറാത്തി. ഇന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്കറിയാം, ഉംറയ്ക്ക് പോകുന്ന ആളുകൾക്കറിയാം, സൗദിയോ മക്കയോ സന്ദർശിക്കുന്ന ആളുകൾക്കറിയാം, ലോകത്ത് ഏതൊക്കെ പഴവർഗ്ഗങ്ങളുണ്ടോ, ഏതൊക്കെ ഫലങ്ങളുണ്ടോ, അതൊക്കെ
ഒക്കെ ഇന്ന് ആ മണ്ണിൽ കിട്ടും. അവിടെ വിളയിച്ചതായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നത്. ഇന്ന് പലയിടങ്ങളിലും ഭൂമിയാക്കി മാറ്റിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. എന്തായാലും അല്ലെങ്കിൽ അവിടേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യം. ഇബ്രാഹിം നബി 4 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ്, 4000 വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിച്ചതിന്റെ ഉത്തരമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലഅല്ലഹും യശ്കുറൂൻ. അതിനൊക്കെ തിരിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന് ശുക്ർ കാണിക്കുക. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരം. ഒന്നാമതായിട്ട് എടുത്തു പറഞ്ഞു. രണ്ടാമതായിട്ട് അള്ളാഹു അവിടെ മറ്റനുഗ്രഹങ്ങൾ നൽകണം എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ചു. അത് രണ്ടും ഇന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അവിടെ ചെല്ലുന്ന എല്ലാ ആളുകൾക്കും അതിന്റെ അനുഭവം, അതിന്റെ സൗകര്യവും നുകരുവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു നല്ല സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു. അൽഹംദുലില്ലാഹ്. ഇനിയോ ഇബ്രാഹിം നബി ആരാധനയിലെ നിഷ്ഠകളെ കുറിച്ച്, അല്ലാഹുവേ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണമേ. വമിൻ ദുർരിയത്തി, മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി ഓരോ സ്റ്റെപ്പിലും, ജീവിതത്തിന്റെ ഓരോ ടേണിംഗ് പോയിന്റിലും, ഓരോ ഘട്ടത്തിലും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ഒരു വെക്കേഷൻ ഒക്കെ വരുമ്പോ മക്കളുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ നമുക്ക് സമയം കിട്ടുമ്പോ, വെക്കേഷൻ അങ്ങനെയാണല്ലോ, നമ്മൾ സാധാരണ നിലക്ക് നമ്മുടെ മക്കളൊക്കെ രാവിലെ വീട്ടിൽ നിന്നാണ് പോയാൽ വൈകിട്ടോ രാത്രി ഒക്കെയാണ് വരിക. പലപ്പോഴും വാപ്പാരെ കാണാത്ത മക്കൾ, ദിവസങ്ങളോളം വാപ്പാരെ കാണാത്ത മക്കൾ ഉണ്ടാകും. എന്നാൽ അങ്ങനെയുള്ള മക്കളും ഇപ്പൊ ഈ വെക്കേഷനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ എത്രത്തോളം അവരുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുവാൻ, അവർക്ക് വേണ്ടത് അങ്ങോട്ട് ചെയ്തു കൊടുക്കുവാൻ, അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, അവർക്ക് മറ്റ് ഭൗതിക സൗകര്യങ്ങളോടൊപ്പം തന്നെ അവരുടെ ഇത്തരം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ നമുക്ക് എത്രത്തോളം സമയം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു പുനർവിചിന്തനം നടത്തുന്ന സന്ദർഭങ്ങളാണ് ഇത്തരം വെക്കേഷനുകളൊക്കെ. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാണ്, വമിൻ ദുർരിയത്തി, എനിക്ക് മാത്രമല്ല എന്റെ മക്കൾക്കും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അപ്പോ നമ്മള് ജുമാക്ക് പോന്നു, നമ്മുടെ മക്കള് പോന്നോ? ചില ആളുകളൊക്കെ നേരത്തെ തന്നെ കുടിച്ചിങ്ങോട്ട് പോരും. അൽഹംദുലില്ലാഹ്, നല്ല തന്നെ ഒട്ടകത്തിന്റെ കൂലി കിട്ടണമെന്ന് താല്പര്യമുള്ള, ഒട്ടകത്തെ അർത്ഥ കൂലി കിട്ടണമെന്ന് താല്പര്യമുള്ള, ഏറ്റവും നല്ല ജുമ ആയിരിക്കണമെന്ന് താല്പര്യമുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. അവര് നേരത്തെ തന്നെ പള്ളിയിലേക്ക് വരും. പക്ഷെ നമ്മള് ജുമ കഴിഞ്ഞ് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് മക്കൾ പോയിരുന്നോ, ഓരെവിടെ ഇരുന്നിരുന്നത് എന്നൊക്കെയുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ പോരുമ്പോ നമ്മൾ കൊണ്ടുവരിക, വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോ, അവർ വീട്ടിൽ നിന്ന് പോരുന്നുണ്ടോ, അവരെ കൊണ്ടുപോകാനുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് സംഗതികളുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ അതിന് പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തെങ്കിലേ അവരെ മനസ്സിൽക്കൊന്ന് കേറുള്ളൂ. ഓള് പോയോ വന്നോ, ഓൻ വന്നീനിയോ ഇല്ലേ, ഓൻ ഏത് പള്ളിയിലാ പോയത്. ചിലരൊക്കെ വീട്ടിൽ നിന്ന് പള്ളിക്ക് ഞാന് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല, പക്ഷെ എന്നാലും അതിലൊക്കെ ഒരു ശ്രദ്ധ നമുക്കുണ്ടോ? ഓൻ വന്നിരുന്നോ, ഓൻ എവിടെ ഇരുന്നിരുന്നത്? ജുമാ കഴിഞ്ഞ് വന്നാലും മക്കളോട് ചോദിക്കുന്നത് ഇപ്പൊ എന്തായിരുന്നു വിഷയം? അപ്പൊ മിക്കവാറും മക്കൾ പറയാ, ഇന്ന് ഞാൻ ഉറങ്ങിപ്പോയി. എന്നാണോ നമ്മൾ ചോദിച്ചത് അന്ന് ഓരുറങ്ങിയിട്ടുണ്ടാകും. അപ്പോ മിക്കവാറും ഓര് ചിലപ്പോ ഉറങ്ങാൻ പറ്റിയ സ്ഥലത്തേക്കാർ ഇരുന്നിട്ടുണ്ടാകാം. ചിലര് ആ രീതിയിൽ ഞാൻ ഇരിക്കുക തൂണിന്റെ മറവില്. അപ്പൊ പ്രയാസക്കുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യേണ്ടി വരും. ഒരു സൗകര്യമുള്ള സ്ഥലത്ത് നേർക്കുന്ന ഇരിക്കാൻ അരമണിക്കൂർ പറ്റാത്ത ആളുകൾക്ക് ചിലപ്പോ സൗകര്യമുള്ള സ്ഥലത്ത്. പക്ഷെ എന്നാലും ആ പ്രായം നോക്കാതെ 15, 14, 13, 12, 10 വയസ്സുള്ള കുട്ടികൾ അവരൊരു കംഫർട്ട് സോണിൽ വന്നിട്ട് അങ്ങനെ ഇരിക്കാതിട്ട് പറഞ്ഞോ കേട്ടോ, ചിലപ്പോ ഏറ്റവും ഫ്രണ്ട്ലി സംസാരിക്കേണ്ട ഒരുത്തന്റെ അടുത്ത് വിട്ട് ഓൻ ഇരുന്നിട്ടുണ്ടായ ജുമാ കഴിഞ്ഞതിനിടക്ക് ഓൻ ഈ ഒരാഴ്ചത്തെ കഥ പറഞ്ഞു തീർത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓൻ ഈ വിഷയം എന്താന്നുള്ളത് മനസ്സിലാവൂല. എന്തിനാ വന്നത്? തക്ബീർ കെട്ടിയിട്ടുണ്ട്, 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, സലാം വീട്ട്, അത് മാത്രം അവൻ അറിയാം. അതിന്റെ അപ്പുറത്ത് ഒരു സംഗതി അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ ഇതിലൊക്കെ നമ്മൾക്കൊരു ശ്രദ്ധ, ഇബ്രാഹിം നബി മക്കളെ ശ്രദ്ധിച്ചതുപോലെ, ഇബ്രാഹിം നബി പേരമക്കളെ ശ്രദ്ധിച്ചതുപോലെ നമുക്കും ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധ. ഇതിന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാണ് അവർക്ക് വേണ്ടി, പിതാവിന്റെ പാതയിൽ മക്കളാകുവാൻ വേണ്ടി. ഇസ്മായിൽ നബി ആ പാതയിൽ തന്നെ വരുന്നു. ഇസ്മായിൽ നബിയെ കുറിച്ച് സൂറത്തെ മറിയമിൽ അല്ലാഹു പറയുന്നുണ്ട്, വകാന യഉമുറു അഹ്ലഹു. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഇസ്മായിൽ നബിയെ കുറിച്ച് പിന്നീട് ഖുർആൻ എടുത്തു പറയാണ്, അദ്ദേഹം തന്റെ മക്കളോട്, അഖിലുകാരോട്, കുടുംബക്കാരോട് പറയുമായിരുന്നു ബിസ്വലാത്തി, നമസ്കാരത്തെ കുറിച്ച്. ആര്? ഇസ്മായിൽ നബി. അപ്പൊ ഇബ്രാഹിം നബിയുടെ
പ്രാർത്ഥനക്കനുസരിച്ച് ഇസ്മായിൽ നബി അവ്വിധമായി മാറി. എന്നിട്ട് പിന്നെ ഇസ്മായിൽ നബി തന്റെ മക്കളോട്, തന്റെ കുടുംബത്തോട് നമസ്കാരത്തെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും പറയുമായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർളിയ, ഇസ്മായിൽ നബി അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട ഒരു അടിമയായി മാറുകയും ചെയ്തു. അതെന്തുകൊണ്ടാ? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. അത് നമ്മൾ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം, നന്മയിലെല്ലാം ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ കൂടെ നിർത്തി എന്നുള്ളതാണ്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു തന്റെ മക്കളെ ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും നന്മയിൽ കൂടെ നിർത്തി. ഇബ്രാഹിം നബി കഅബയെ പടുത്തുയർത്തുന്ന സമയത്ത് ഇസ്മായിൽ ആരും കൂടെ ഉണ്ടായിരുന്നു? തന്റെ മകനായ ഇസ്മായിൽ നബിയും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടോ റബ്ബനാ തഖബ്ബൽ മിന്നാ, രണ്ടുപേരും കൂടി കഅബാലയത്തെ പടുത്തുയർത്തിയതിനു ശേഷം അള്ളാഹുവോട് പ്രാർത്ഥിക്കാണ്. ഇസ്മായിൽ നബി ടീനേജിലാണ്, അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ ആണ്. അതുകൊണ്ട് ഓനെ കിട്ടൂല, ഓനെ വിളിച്ചിട്ട് കാര്യമല്ല, ഓന്റെ വൈക്ക് പോട്ടെ എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യുന്നത്. അദ്ദേഹത്തെയും കൂട്ടിയിട്ടാണ് കഅബയുടെ ഓരോ നിർമ്മിതിയും അദ്ദേഹം നടത്തുന്നത്. എന്നിട്ട് ആ രണ്ടുപേരും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനെ, ഇന്നക അൻത സമീഉൽ അലീം, നീ കേൾക്കുന്നവനാണല്ലോ, അറിയുന്നവനാണല്ലോ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ഇത്തരം സംരംഭങ്ങൾ, ഇപ്പം MSMന്റെ ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. വെക്കേഷൻ ആണ്. യൂണിറ്റ് ലെവലില് MSMന്റെ മോറൽ സ്കൂളുകൾ നടക്കുന്നുണ്ട്, മണ്ഡലം ലെവലിൽ നടക്കുന്നുണ്ട്, ജില്ലാ ലെവലില് MGMന്റെയും MSMന്റെയും സ്റ്റുഡൻസ് വിങ്ങിന്റെ ഒക്കെ പ്രോഗ്രാം വ്യത്യസ്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല സ്കൂളുകളും ക്യാമ്പസുകളും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് ലെവലിലുള്ള ക്യാമ്പുകളുണ്ട്. നമ്മളെ കുട്ടികളെ നമ്മൾ ഒരു 2 ദിവസത്തെ ക്യാമ്പിന്, അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പിന്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരാഴ്ചത്തെ ക്യാമ്പിന് ഡേ ടൈം 2 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ നമ്മൾ പറഞ്ഞു വിട്ടോ, ഓനൊടുക്ക് പോയോ, ഓളൊടുക്ക് പോയോ, ഓളെ ഇനി കിട്ടുന്നുണ്ടോ? ഇല്ല, ഓളതിനൊന്നും പോണില്ല. ഓള് ഫുൾ ടൈം ഈ GB ആയിട്ട് ഇരിക്കുകയാണ്, മൊബൈലിൽ ഇങ്ങനെ തോണ്ടുകയാണ്, ഇൻസ്റ്റഗ്രാമിൽ തന്നെയാണ്, ഫേസ്ബുക്കിൽ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത്തരം സംഗതികളൊക്കെ ഒരു മിതമായ നിലയ്ക്ക് അവർ അനുഭവിക്കട്ടെ. പക്ഷെ അതിനപ്പുറം എന്താണ് മതമെന്നും, എന്താണ് ദീന് എന്നും, എന്താണ് അള്ളാഹു എന്നും, ആരാണ് അള്ളാഹു എന്നും, റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്താണ് എന്നും കേൾക്കാനും അറിയുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നമ്മളായിട്ടുണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ മരിക്കണ നേരത്ത് സങ്കടപ്പെട്ടത് കൊണ്ടൊരു കാര്യമില്ല. എല്ലാ പിടുത്തവും കയ്യിൽ നിന്ന് പോയിട്ട് പടച്ചവനെ കൈവിട്ട് പോയല്ലോ എന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാനാവുന്ന രീതിയിലൊക്കെ ഇടപെടുക. ഇപ്പോ കുറച്ച് ദിവസമൊക്കെ പിന്നെ കുട്ടികൾക്ക് പരീക്ഷയായിരുന്നു, മദ്രസത്തെ പരീക്ഷയുടെ സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഏറെക്കുറെ എല്ലാ നാട്ടിലും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ കുട്ടിക്ക് ഏത് പരിപാടി കിട്ടി, നമ്മളെ മണ്ഡലത്തിന്റെ പരിപാടി എന്താണ്, രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കണം. നമ്മുടെ മണ്ഡലത്തിൽ എന്താ നടക്കുന്നത്, ജില്ലാ ലെവലിൽ ഇവിടെ തൊട്ടടുത്ത് ജാമ്യയിൽ ക്യാമ്പ് നടക്കുന്നത്, അതിന്റെ ഡേറ്റ് എന്നാണ്, സ്റ്റേറ്റ് ലെവലിൽ വേറെ ക്യാമ്പ് നടക്കുന്നത്, അതിലേക്ക് നമ്മളെ ചിലപ്പോൾ ചിലതിന് ചെറിയ ഫീസ് കൊടുക്കേണ്ടി വരും, ചിലത് ഫ്രീ ആയിരിക്കും. ഇനിയിപ്പോ അതിനു വേണ്ടി കുറച്ച് ചില്ലറ കൊടുക്കേണ്ടി വന്നാലും അത്തരം സംഗതികളെ ഓർത്തെടുക്കുകയും ശ്രദ്ധിക്കുകയും ഇടപെടുകയും അതിന് വേണ്ട രീതിയിൽ മക്കളെ എത്തിക്കുവാൻ വേണ്ടി ഉള്ള താല്പര്യം നമ്മളൊക്കെ കാണിക്കുകയും ചെയ്യുക. ഇതാണ് ഇബ്രാഹിം നബിയുടെ ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള പാഠം. അഞ്ചാമതായി, മക്കൾക്ക് ആദർശത്തിന്റെ വഴി ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം വസിയത്ത് ചെയ്യുന്നു, ഇബ്രാഹിം നബി തന്റെ മക്കളെ വസിയത്ത് ചെയ്തു. യാക്കൂബ് നബി അലൈഹിസ്സലാമും, യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ ഇസ്തഫാ ലക്കും, അല്ലാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലദീ ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീന, അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധമായ ഈ മതത്തെ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത്. ഏറ്റവും വിശിഷ്ടമായ ഈ മതം, ഇന്ന് മതത്തെ കുറിച്ചുള്ള വ്യത്യസ്തമായ തെറ്റിദ്ധാരണകൾ സോഷ്യൽ മീഡിയയിലൂടെ കുട്ടികൾക്കിടയിലേക്ക് ഒന്നായിട്ട് പ്രസരിപ്പിക്കുമ്പോ, മതത്തെ ചോദ്യം ചെയ്യുമ്പോ, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുമ്പോ, യഥാർത്ഥ മതവിശ്വാസം എന്താണ് എന്നുള്ളത് പുറത്തു നിന്ന്, സാഹചര്യത്തിൽ നിന്ന്, ചുറ്റുപാടിന് മക്കൾക്ക് കിട്ടണം. ഇല്ലെങ്കിൽ ക്യാമ്പസിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന, ഹയർ സ്റ്റഡീസിന് പോകുന്ന നമ്മുടെ കുട്ടികൾ 1, 2, 3 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ
നമ്മളെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ മക്കൾ തന്നെ പലപ്പോഴും ഇത്തരം നിരീശ്വരവാദത്തിലേക്ക്, നിർമ്മതവാദത്തിലേക്ക്, എയ്ത്തിസത്തിലേക്ക്, വിശ്വാസമില്ലായ്മയിലേക്ക്, മറ്റു പല അബദ്ധ വിശ്വാസങ്ങളിലേക്കും ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെയൊക്കെ പോകുന്ന അപകടകരമായ സാഹചര്യങ്ങൾ നമ്മളെ ചുറ്റുപാടുണ്ട്. പണ്ടൊക്കെ എവിടൊക്കെയോ ഉണ്ടോലോ എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് എവിടെ ഉണ്ടായാലും അത് ഒന്ന് തോണ്ടിയാൽ നമ്മളെ മക്കളെ മുമ്പ് എത്തും എന്നുള്ളതാണ് ഇന്നത്തെ അപകടം. എന്നിട്ട് അതങ്ങോട്ട് ലൈക്ക് ചെയ്താൽ, അതങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ അതിന്റെ ബാക്കി ഇങ്ങനെ വരിയായിട്ട് വരിക. എന്നിട്ട് കുട്ടി ഇരുന്നിട്ട് കേൾക്കാണിത്. ഏതോ തെറ്റായൊരു വിശ്വാസം, ഡിങ്കന്റെ പേരില് മതം. നമ്മൾ പണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളായി കൊണ്ടു നടന്നിരുന്ന പലതും ഇന്ന് മക്കളുടെ ബ്രെയിനിലേക്ക് കയറുന്ന തെറ്റായ വിശ്വാസങ്ങളായി മാറാണ്. ഇത് എന്നിട്ട് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ അടുത്തത്, ഇതിന്മേലൊന്ന് ഞെക്കിയാൽ പിന്നെ അതിന്റെ ഒരു അൽഗരിതം അനുസരിച്ച് അതിങ്ങനെ വരികയാണ്. നമുക്കറിയാലോ ഇതിന്റെ ഒരു സിസ്റ്റം. നമ്മൾ പലപ്പോഴും ഞെട്ടിപ്പോവാറുണ്ട്. നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, നമ്മൾ ആരോടോ പറഞ്ഞൊരു കാര്യം, പിന്നെ മൊബൈൽ എടുക്കുമ്പോൾ യൂട്യൂബിൽ അതാ വരുന്നത്. ഇത് എങ്ങനെയൊക്കെ നമ്മളെയും നമ്മുടെ വരും തലമുറയും അവരിലേക്ക് നമ്മളെ നശിപ്പിക്കണമെന്നല്ല അവരുദ്ദേശം. അവരുദ്ദേശം എന്താ? അവര് ഉദ്ദേശിക്കുന്ന സംഗതിയിലേക്ക് അവരെ മക്കളെ എത്തിക്കണം, അവരുടെ പരസ്യം സ്വീകരിക്കണം, അവരുടെ പ്രൊഡക്റ്റ് വാങ്ങണം എന്നൊക്കെ. പക്ഷെ എത്തുന്ന എന്താ, സംഭവിക്കുന്ന എന്താ? നമ്മുടെ മക്കൾ ഒന്നുമേ തൊട്ടാ പിന്നെ അതുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ വരിക. അത് തന്നെ കാണാൻ ബ്രെയിനെ വാഷ് ചെയ്യുക, ബ്രെയിൻ വാഷ് എന്നാ പറയാ, ബ്രെയിൻ വാഷ് ചെയ്യുക. നമ്മുടെ ആ മക്കളുടെ ബുദ്ധിയെ കഴുകിയെടുക്കുക. നമ്മൾ പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചതൊക്കെ മറന്നിട്ട് വേറെ വിശ്വാസം അവരെ തലയിലേക്ക് കയറ്റുക. ഇത് നമ്മൾ അറിയാതെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ മക്കളിൽ സംഭവിക്കുന്നതാണ്. എന്താ പരിഹാരം? പരിഹാരം ഒന്നേ ഉള്ളൂ, മക്കളെ ചേർത്ത് നിർത്തുക. അവര് വായിക്കുന്നത്, അവര് പഠിക്കുന്നത്, അവര് കാണുന്നത്, അവര് കേൾക്കുന്നത്, അവര് വിഹരിക്കുന്നത്, അവരിടപെടുന്നത് ആരോടൊക്കെയാണ്, എവിടെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ ശ്രമിക്കുക. അത് മാത്രമേ വഴിയുള്ളൂ. പിന്നെ ഒറ്റ വഴി, വിശ്വാസികൾക്ക് അല്ലാഹു നൽകിയ വജ്രായുധം പ്രാർത്ഥന. നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യാം, ബാക്കി റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഈ വഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നാട് മൊത്തം നശിച്ചു, മൊത്തം പ്രശ്നമാണെന്ന് പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാട് നശിച്ചു നമ്മൾ അങ്ങനെ പറയും വേണ്ട. നാട് നശിച്ചിട്ടൊന്നുമില്ല, നന്മ ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ട്. പക്ഷെ നമ്മൾ ആ നന്മയുടെ കൂടെയാണോ എന്ന് മാത്രം ആലോചിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊബൈലിൽ നമ്മൾ ഒന്ന് തൊട്ടാൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടത് വരും. അത് നമ്മൾ വേണ്ടാത്ത തൊട്ടതെങ്കിൽ അത് വരും. അപ്പൊ ഒരാൾക്ക് തോന്നും മൊബൈലിൽ മൊത്തം അതാണ്. അല്ല, ഒരു പ്രസംഗ തൊട്ടതെങ്കിൽ അത് വരും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതാ വരിക. അപ്പോ നന്മ നോക്കുന്ന ആളുകൾക്ക് അതിനകത്ത് നന്മ ഉണ്ട്. തിന്മ ഫോക്കസ് ചെയ്താൽ അതിനകത്ത് തിന്മയുണ്ട്. നമ്മൾ എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് നന്മയുടെ സാഹചര്യങ്ങൾ, നന്മ കാണാനും കേൾക്കാനും അറിയാനും പഠിക്കാനും നന്മയിലൂടെ വളരാനുമുള്ള സാഹചര്യം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الواحد القهار والغفار والصلاة والسلام على من أرسله الله كافة للناس بالبشير والإنذار وعلى آله الأتقياء الأبرار وعلى أصحابه الأصفياء الأخيار ما دامت السماوات والأرض وما فأثبت الظلمات والأنوار أما بعد فاتقوا الله. വിശ്വാസികളെ, വിശ്വാസികളുടെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഉപദേശിക്കുക. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം, കാലം ഏത് കഴിഞ്ഞാലും, കാലം എത്രയൊക്കെ മുന്നോട്ട് പോയാലും ഈ ഒരു ദഅവത്ത് ഇവിടെ നിലനിൽക്കണം എന്ന നിലയ്ക്ക് ഇബ്രാഹിം പ്രാർത്ഥിക്കുകയാണ്. റബ്ബന വബ്അത്ത് ഫീഹിം റസൂലൻ മിൻഹും, അല്ലാഹുവേ അവരിൽ നിന്ന് നീ പ്രവാചകന്മാരെ നിയോഗിക്കണമേ തമ്പുരാനെ. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കുന്ന അമ്പിയാക്കളെ, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും അതേപോലെ തന്നെ കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിക്കുന്ന അമ്പിയാക്കളെ, വയുസക്കീഹിം അവരെ സംസ്കരിക്കുന്ന, ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ നാഥ അസീസാണ്, ഹക്കീമാണ്, സർവപ്രതാപിയാണ്, അതേപോലെ തന്നെ ഹിക്മത്തുള്ളവനാണ്, യുക്തിമാനുമാണ്. ഈ രീതിയിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതിന്റെ ഒരു ഫലം എന്നുള്ള നിലക്കാണ്
ഇന്നും നമ്മുടെ സമൂഹത്തിൽ സഹസ്രാബ്ദങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും നമ്മൾക്ക് വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ അമ്പിയാക്കളുടെ പാരമ്പര്യവും ലഭിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയും ചെയ്ത് അത് നിലനിർത്തുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് നമ്മുടെ മക്കളെ ശരിയായ പാണ്ഡാവിലേക്ക് നയിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.